ഒരു പുറത്ത് നീലയിലും വെള്ളയിലുമെല്ലാം അണിഞ്ഞൊരുങ്ങി ഒരു കാലഘട്ടത്തിൽ ലോവേറ്റിന്റെ താരതമ്പുരാക്കന്മാരായി കായിക കേരളം അടച്ചുവാണ പടയാളിക്കൂട്ടങ്ങളത് തരങ്കിണി വഴിപ്പുഴ. മറുപുറത്ത് നീലയിലും കറുപ്പിലും അണിഞ്ഞൊരുങ്ങിയ പടയാളിക്കൂട്ടങ്ങൾ നിലവിലെ എറണാകുളം ജില്ലയുടെ ചാമ്പ്യന്മാരത് മഹാദേവ തിരുവാലൂർ. ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങളുമായി തന്നെ ഫോറമ്മാൾ കൊച്ചിയുടെ പടക്കളത്തിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ആക്കം കൂട്ടുന്ന പടയാളിക്കൂട്ടങ്ങളായി തന്നെ കടന്നു വന്ന കായിക പടയാളികൾ. മഹാദേവ തിരുവാലൂർ മുന്നോട്ടോ, തരങ്കിണി വഴിപ്പുഴ മുന്നോട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ബാഹുബലി എന്ന സിനിമയിൽ കട്ടപ്പ എന്ന കഥാപാത്രത്തെ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ അതേ കട്ടപ്പയുടെ രൂപസാദൃശ്യവുമായി തരങ്കിണിയുടെ 1-ാം നമ്പറിൽ റെനീഷ് തരങ്കിണി ആവേശമത് അലകടലാകുന്ന പോരാട്ടങ്ങളിലൂടെ കൈരളിയും കർണാടകയും കൈകോർക്കുന്ന സാക്ഷാൽ സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡിന്റെ മണ്ണ് മുതൽ അങ്ങ് തെക്കേയറ്റം അനന്തപത്മനാഭൻ അന്തിയുറങ്ങുന്ന അനന്തപുരിയുടെ മണ്ണ് തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഒരു കാലഘട്ടത്തിൽ 420 കിലോഗ്രാം ലോ വെയിറ്റ് കാറ്റഗറി പോരാട്ടം കൊണ്ട് മികവിന്റെ തേരോട്ടം സമ്മാനിച്ച റെനീഷും സംഘവും അത് തരങ്കിണി വഴിപ്പുഴ. മറുവശത്ത് മഹാദേവ തിരുവാലൂർ. എറണാകുളത്തിന്റെ മണ്ണിലും ഇടുക്കിയുടെ മണ്ണിലും കോട്ടയത്തിന്റെ പോരാട്ട പോർക്കളങ്ങളിലെല്ലാം അനവധി ചാമ്പ്യൻ പട്ടത്തിൽ മുത്തമിട്ടുകൊണ്ട് 480-ലും 60-ലുമെല്ലാം മികവിന്റെ തേരോട്ടമെന്ന് സമ്മാനിച്ചവർ അത് മഹാദേവ തിരുവാലൂർ. വീണ്ടും കൈവശപ്പെടുത്തി അവസാന ലൈനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാദേവ തിരുവാലൂർ അവസാന ലൈനിലേക്ക് അടുക്കുന്ന കാഴ്ച. എന്നാൽ അവസാന ലൈനിൽ നിന്ന് പോലും 9.5 അടിയിൽ നിന്ന് പോലും മത്സരം തിരിച്ചെടുത്ത ചരിത്രം പേറുന്നവരത് തരങ്കിണി വഴിപ്പുഴ. ഒന്ന് കൈയടിച്ച് തന്നെ സ്വീകരിക്കും. മത്സരം വിജയിച്ച മഹാദേവ തിരുവാലൂർ അടുത്ത റൗണ്ടിലേക്ക്.